ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്കിനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇതൊരു ചെറിയൊരു വാടലായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചതച്ചതാണ്. ഇതിലോട്ട് തന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 4 പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയാണ് ഈ ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലോട്ട് മൊത്തത്തിൽ പിടിക്കാനുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതുപോലെ സവാളയൊക്കെ നല്ല വാടി കൊഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ചെറിയ രീതിയിൽ ടൊമാറ്റോ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇനി കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക അതുപോലത്തെ സ്പൈസസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മസാല പൊടിയാണ് കയ്യിലുള്ളെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് ഗരം മസാല പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയിൽ നിന്ന് നല്ല കുറഞ്ഞു വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി കുറച്ച് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ മസാല എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ മസാലപ്പൊടികൾ മാത്രം മതിയാകും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലോട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതുപോലെ എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ആദ്യം കൂട്ടി സവാള വേവിച്ച സമയത്തിന് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയ ഇളം ചൂടുള്ള വെള്ളം നമുക്കൊരു 3 ഗ്ലാസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ പൊടികളും ചിക്കനും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കൊടുക്കുക. ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്ത് ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മളെല്ലാം ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് വേകട്ടെ. അരപ്പൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടട്ടെ. അപ്പോൾ അങ്ങനെ അത് സമയം കഴിഞ്ഞു. ഒരു 6-7 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ അപ്പോൾ അത് നല്ല വെന്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 15 മിനിറ്റിൽ തന്നെ നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറായി കിട്ടുന്നതായിരിക്കും. കുറുകിയ ചാറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചോറിനും അപ്പത്തിനും പുട്ടിനും ഒക്കെ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യത്തിന് അരപ്പൊക്കെ ആയിട്ടുണ്ട്. അതും നല്ല കുറുകിയ അരപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.